നമസ്കാരം. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ തകർപ്പൻ ജയം നമ്മൾ കണ്ടതാണ്. ചരിത്രം കുറിച്ചിരിക്കുകയാണ് ദില്ലിയിൽ ഇപ്പോൾ ബി.ജെ.പി. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിൽ ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ആം ആദ്മി പാർട്ടിക്കെതിരെ വ്യക്തമായ മേധാവിത്വം സ്ഥാപിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിരുന്നു. പിന്നീട് അങ്ങോട്ട് ബി.ജെ.പിയുടെ കുതിപ്പ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. ഒരു കാലത്ത് ദില്ലി അടക്കി വാണിരുന്ന കോൺഗ്രസ് 2013 മുതൽ അധികാരത്തിൽ നിന്ന് പുറത്താണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് പോലും കോൺഗ്രസിന് നേടാനായിരുന്നുമില്ല. ഇതും ശ്രദ്ധേയമാണ്. എന്നാൽ ബി.ജെ.പിയുടെ ഈ വിജയത്തിന് പിന്നാലെ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണവും പിടിക്കാൻ ബി.ജെ.പി കരുക്കൾ നീക്കുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏപ്രിലാണ് മേയർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദില്ലി കോർപ്പറേഷൻ കൂടി പിടിക്കാൻ സാധിച്ചാൽ തലസ്ഥാനം ബി.ജെ.പിയുടെ ട്രിപ്പിൾ ലീജിയൻ ഭരണത്തിൽ കീഴിലാകും. 27 വർഷങ്ങൾക്ക് ശേഷം ദില്ലിയിൽ അധികാരത്തിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ തന്നെ MCDയിൽ തങ്ങളുടെ പിടി ശക്തിപ്പെടുത്താനുള്ള ശ്രമം ബി.ജെ.പി ആരംഭിച്ചു കഴിഞ്ഞു. ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആകെ 250 കൗൺസിലർമാരാണുള്ളത്. കൂടാതെ 7 ദില്ലി MP-മാർ, 3 രാജ്യസഭാ MP-മാർ, 17 MLA-മാർ എന്നിവർക്കും മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുണ്ട്. നിലവിൽ ബി.ജെ.പിക്ക് നഗരസഭയിൽ 120 കൗൺസിലർമാരുണ്ട്. മറുവശത്ത് ആം ആദ്മി പാർട്ടിക്ക് 122 സീറ്റുകളും. അതേസമയം ബി.ജെ.പിയുടെ 8 കൗൺസിലർമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA-മാരായിട്ടുണ്ട്. 3 AAP കൗൺസിലർമാരും MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. ദില്ലി തെരഞ്ഞെടുപ്പ് ഫലത്തോടെ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനിൽ 12 കൗൺസിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കും. ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. ഉപതെരഞ്ഞെടുപ്പിൽ നിലവിലെ സീറ്റുകൾ നിലനിർത്താൻ തന്നെ ബി.ജെ.പിക്ക് മേയർ സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കും. 2024 നവംബറിലാണ് അവസാനമായി MCD മേയർ തെരഞ്ഞെടുപ്പ് നടന്നത്. AAPയുടെ മഹേഷ് ഭിജി ബി.ജെ.പിയുടെ കിഷൻ ലാലിന 3 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് അന്ന് പരാജയപ്പെടുത്തി. ആകെ പോൾ ചെയ്ത 263 വോട്ടുകളിൽ മഹേഷ് ഭിജിക്ക് 133 വോട്ടുകൾ ലഭിച്ചു. അതേസമയം കിഷൻ ലാലിന് അനുകൂലമായി 130 വോട്ടുകളും കിട്ടി. 2 വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചു. അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി.ജെ.പിക്ക് 113 കൗൺസിലർമാരാണ് ഉണ്ടായിരുന്നത്. ഒരു MLA-യുടെയും 7 MP-മാരുടെയും പിന്തുണയോടെ അവരുടെ മൊത്തം അംഗബലം 121 ഉയർന്നു. മറുവശത്ത് AAPക്ക് 125 കൗൺസിലർമാരും 13 MLA-മാരും 3 രാജ്യസഭാ MP-മാരും ഉണ്ടായിരുന്നു. അതായത് ആകെ 141 വോട്ടുകൾ. 8 കൗൺസിലർമാരുള്ള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും ചെയ്തു. ഏപ്രിൽ വരെയാണ് മഹേഷ് ഭിജിയുടെ പ്രവർത്തന കാലാവധി. എന്നാൽ കാലാവധി കഴിഞ്ഞാൽ കാത്തു നിൽക്കാതെ ദില്ലി സർക്കാർ രൂപീകരിച്ച ശേഷം നിലവിലെ ആം ആദ്മി മേയർക്കെതിരെ ബി.ജെ.പി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന. എന്തൊക്കെയായാലും ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.